ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലെ. അപ്പൊ ഇതേ ജന്നത്ത് കെ ബച്ചെ എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അത് നമുക്ക് ജന്നത്ത് കെ ബച്ചെ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറയുന്നത് ഒരു സിനിമയാണ് അല്ലെ. നമ്മുടെ മാജിദ് മജീദി എന്ന് പറയുന്ന ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സിനിമയായിരുന്നു എന്ത്, ജന്നത്ത് കെ ബച്ചെ എന്ന് പറയുന്നത് അല്ലെ. അതൊരു ഇറാനി ഫിലിം ആയിരുന്നു. സാറ അലി എന്ന് പറഞ്ഞ 2 കുട്ടികൾ അല്ലെ. ആ 2 കുട്ടികൾ എന്താണ്, തങ്ങളുടെ ദാരിദ്ര്യം കാരണം ഒരേ ഷൂസ് ഉപയോഗിച്ച് സ്കൂളിലും നാട്ടിലും ഒക്കെ പോകേണ്ടി വരികയാണ് അല്ലെ. അപ്പൊ ആ ഒരു ഷൂസിനുള്ള ആ ഒരു പ്രശ്നങ്ങളുടെ ഇടയിലും ആ ദാരിദ്ര്യങ്ങളുടെ ഇടയിലും അവർ 2 പേരും എന്ത് ചെയ്യാണ്, സന്തോഷിക്കുന്നുണ്ട് അല്ലെ. ആ ചേട്ടനും അനിയത്തിയും കൂടി ആ ദാരിദ്ര്യമാണോ അയ്യോ അമ്മയെന്നൊന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നില്ല. അവര് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ വീണ്ടും ശ്രമിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു ജന്നത്ത് കെ ബച്ചെ എന്ന് പറയുന്നത്. അത് അടിപൊളിയായിട്ടുള്ള ഒരു ഫിലിമിലേക്കാണ് നമ്മുടെ വിവേക് മെഹത്തിയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അതിൽ നിന്നും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോസ്റ്റർ ആണ്. എന്ത് പോസ്റ്റർ ആണ് ചോദിക്കാൻ പോകുന്നത്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്രിസ്മസ് എക്സാമിന് എന്തായാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാം. അത് മിസ് ഉറപ്പ് തരാണ്. അതുകൊണ്ട് മക്കള് എങ്ങനെ അത് എഴുതണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. നോക്കിക്കേ, ആപ്കെ സ്കൂൾ മേ, നിങ്ങളുടെ സ്കൂളിൽ ഹിന്ദി ക്ലബ് കെ നേതൃത്വം, ഏത് ക്ലബാണ്, ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തില് ജന്നത്ത് കെ ബച്ചെ, നമ്മുടെ സിനിമയുടെ പേരാണ് അല്ലെ. എന്താണ്, ജന്നത്ത് കെ ബച്ചെ നാമക് ഇറാനി ഫിലിം, ഏത് ഫിലിമാണ്, ഇറാനി ഫിലിം കാ പ്രദർശൻ ഹോനെ വാലാ ഹേ, പ്രദർശനം നടക്കാൻ പോവാണ്. ഇസ്കി സൂചന ദേത്തെ ഹുവേ, ഇതിന്റെ സൂചന കൊണ്ട്, അതിന്റെ സൂചന കൊടുത്തുകൊണ്ട് പോസ്റ്റർ തയ്യാർ കരേ, നമ്മളോട് എന്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ പോസ്റ്റർ ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താണ്, ആദ്യം എന്ത് വേണം, ഒരു ബോക്സ് വരച്ചേക്കണം. ഒരു ബോക്സ് നിർബന്ധമായിട്ടും വരച്ചേക്കണം. മാത്രമല്ല ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള പോസ്റ്റർ ആണ്. സന്ദേശം വെച്ചിട്ട് എഴുതുന്ന പോസ്റ്റർ ആണോ? അല്ല. ഇതെന്താണ്, ടൈമും ഡേറ്റും പ്ലേസും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ആണ്. അതായത് ജന്നത്ത് കെ ബച്ചെ പറയുന്ന ആ ഒരു ഫിലിം ഉണ്ടല്ലോ, ആ ഫിലിം നമ്മൾ പ്രദർശിപ്പിക്കാൻ പോവാണ് സ്കൂളിൽ പ്രദർശിപ്പിക്കാൻ പോകുമ്പോൾ ആൾക്കാരോട് എന്ത് പറയണം, ഇങ്ങനെ ഒരു സിനിമ ഈ ദിവസം ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട്, എല്ലാവരും വരണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റർ ആണ്. അപ്പൊ നോക്കിക്കേ, ആദ്യം ഫിലിം പ്രദർശൻ എന്ന് നമ്മൾ എഴുതുകയാണ്. എന്താണ് സംഭവം എന്നുള്ളത് ഫിലിം പ്രദർശൻ എന്ന് എഴുതുകയാണ്. ഇതിന്റെ ഒക്കെ കാര്യങ്ങൾ മക്കൾക്ക് എവിടെ നിന്ന് കിട്ടും? നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നോക്ക, ജന്നത്ത് കെ ബച്ചെ എന്നുള്ള ചക്ക വലുപ്പത്തിൽ എഴുതി വെക്കുന്നു. എന്താണ്, ചക്ക വലുപ്പത്തിൽ ജന്നത്ത് കെ ബച്ചെ എന്ന് എഴുതി വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് മാജിദ് മജീദി, ഇത് വേണമെങ്കിൽ പഠിച്ചു വെക്കട്ടോ മക്കൾക്ക്. ഇത് നമ്മുടെ ഡയറക്ടറിന്റെ പേരാണ്. ഇത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ആരാണ്? മാജിദ് മജീദി ആണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരെന്താണ്, ഒരു ചെറുതാക്കിയിട്ട് എഴുതി വെക്കാം. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, 24 ഡിസംബർ 2024 ഡേറ്റ് എഴുതണം. നിർബന്ധമായിട്ടും ഡേറ്റ് എഴുതിയിരിക്കണം. നിർബന്ധമായിട്ടും ടൈം എഴുതിയിരിക്കണം. നിർബന്ധമായിട്ടും എന്ത് എഴുതിയിരിക്കണം? പ്ലേസും എഴുതിയിരിക്കണം. നോക്കിക്കേ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതിയിരിക്കണം. എന്താണ്, 24 ഡിസംബർ 2024 സുബഹ്, രാവിലെ കേട്ടോ. സുബഹ് എന്ന് വെച്ചാൽ എന്താണ്, രാവിലെ 11 മണിക്ക്. 11 ബജെ എന്ന് വെച്ചാൽ എന്താണ്, 11 ബജെ എന്ന് വെച്ചാൽ എന്താണ്, 11 മണിയാണ് അല്ലെ. 11 മണിക്ക് സ്കൂൾ സഭാഗൃഹ, സ്കൂൾ ഓഡിറ്റോറിയം. ഇനി അഥവാ മക്കൾക്ക് സഭാഗൃഹം ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്താണ്, സ്കൂളിൽ നിന്നെങ്കിലും എഴുതി വെക്കുക. എന്താണ്, സ്കൂളിൽ നിന്നെങ്കിലും എഴുതി വെക്കുക, സ്കൂൾ സഭാഗൃഹ. ഓക്കെ, GUP സ്കൂൾ സൈലം, നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതിയാൽ മതി. മിസ് ഇവിടെ വെറുതെ ഒരു സ്കൂളിന്റെ പേര് എഴുതിയാൽ അതാണ് എന്താണ്, GUP സ്കൂൾ സൈലം. അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതി വെക്കുക. നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതി വെക്കുക. ഡേറ്റ് എഴുതാ, ടൈം എഴുതാ, പ്ലേസ് എഴുതാ. അവസാനം നിർബന്ധമായിട്ടും എന്ത് എഴുതണം നോക്കിക്കേ, സബ്കാ സ്വാഗത്, എല്ലാവരെയും സ്വാഗതം ചെയ്യണം. ഇതാണ് നമ്മുടെ പോസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ വെറുതെ പോസ്റ്റർ എഴുതി വെക്കലല്ല, സ്വാഗതം ചെയ്തുകൊണ്ട് പ്രദർശനത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ വേണം, സിനിമയുടെ പേര് വേണം, ഡേറ്റ് വേണം, ടൈം വേണം, പ്ലേസ് വേണം, അവസാനമായിട്ട് സബ്കാ സ്വാഗത്, എല്ലാവരെയും സ്വാഗതം ചെയ്യണം. ഇതൊക്കെ നല്ലൊരു ബോക്സിൽ വരച്ച് വെക്കുക. മാത്രമല്ല എന്തെങ്കിലും പിക്ചറോ വരയ്ക്കണമെങ്കിൽ, ഷൂസിന്റെ പിക്ചറോ അങ്ങനെ എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെയും വരയ്ക്കാം. കളർ പെൻസിലൊക്കെ കൊണ്ടുപോവാ, നല്ല മനോഹരമാക്കിയിട്ട് നിങ്ങളുടെ ആ പോസ്റ്റർ വെക്കാം കേട്ടോ. അപ്പൊ ഇതേപോലുള്ള കോണ്ടന്റുകളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ എക്സാമിനൊക്കെ നല്ല മക്കളായിട്ട് എല്ലാവരും പഠിച്ചോളാം കേട്ടോ. ബൈ.